സമയം ഇപ്പോൾ 8 മണി. നെല്ലമുടി വ്യൂ പോയിന്റിൽ നിന്നും ലാസ്റ്റ് വരുന്ന ബസ്സാണ് കേട്ടോ. 8 മണിക്ക് വരുന്ന ബസ്സാണ് ഇപ്പോൾ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂട്ടാണ് നേരത്തെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, നെല്ലമുടി വ്യൂ പോയിന്റിലേക്ക്. അപ്പോൾ ഇനി എന്തായാലും അങ്ങോട്ട് ഈ ഒരു റൂട്ടിൽ ഇവിടെയുള്ള ലോക്കൽസിന് പോകാമെന്നല്ലാതെ, അതായത് അവിടെയുള്ള ആളുകൾക്ക് പോകാമെന്നല്ലാതെ പുറത്തുള്ളവർക്ക് ഒരിക്കലും അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല. കാരണം കടത്തി വിടില്ല. ആനകളും കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ റോട്ടിൽ നിൽക്കുന്ന ടൈമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങുന്നത് ഫുഡ് വാങ്ങാനായിട്ടാണ്. 8-9 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടില്ല. കുറച്ച് അങ്ങോട്ട് ദൂരം പോകാനുണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ്, നല്ല തണുപ്പ് ക്ലൈമറ്റാണ്. കൂട്ടത്തിൽ നമുക്ക് ഇവരുടെ ആ ഒരു നൈറ്റ് വൈബ്സ്, നൈറ്റ് ലൈഫ് എന്താണെന്ന് നമുക്ക് മുന്നോട്ടുള്ള വഴികളിലൂടെ നമുക്ക് കാണാം. ഓക്കെ, എന്നാ ബാ. എന്നാ ഇருக்கு സാപ്പിടത്തേക്ക്? ദോശ. മലയാളോ? കേരളത്തിലെവിടെ? എവിടെ? ചാലക്കുടിയിലാ? തൃശ്ശൂര്? എത്ര കാലമായി ഇവിടെ വന്നിട്ട്? 40 കൊല്ലായി. അവിടെ ഉണ്ടല്ലോ ഒരു ഹോട്ടല് മലയാളീസ്, ചാലക്കുടിന്ന് അവിടെ. അപ്പോ ഇവിടെ ഉള്ള ഹോട്ടലുകളിൽ ഒരുപാട് മലയാളീസിൻ്റെ ആണ് കേട്ടോ. അമ്പോ പാമ്പാട്ടം. ഇത് പിന്നെ എല്ലാ നാട്ടിലുള്ളതാണ്, കോമൺ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഇവിടെയുള്ള ഹോട്ടലുകളിലൊക്കെ നടത്തുന്നത് ഒരുപാട് മലയാളീസാണ് കേട്ടോ. അതായത് തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തു നിന്നൊക്കെ കുടിയേറിയിട്ട് ഉള്ള മലയാളീസിൻ്റെ ഒരുപാട് ഹോട്ടലുകളുണ്ട്. എൻ്റെ അറിവിൽ തന്നെ 2-3 ഹോട്ടലുകളുണ്ട് ഈ ഒരു പരിസരത്ത്. അതുകൊണ്ട് ആ ഒരു നമ്മളെ കേരള ടച്ചുള്ളൊരു ഫുഡ് ഇവിടെ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കഴിക്കുകയായിരിക്കും നല്ലത്. പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവരുടേതായിട്ടുള്ള ചെറിയ രീതിക്കുള്ള ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇവരുടേതായിട്ടുള്ള ഫുഡുകളെ കിട്ടുള്ളൂ. അതിപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല, എല്ലാ സാധനങ്ങളും നമുക്ക് പറ്റിയെന്ന് വരില്ല. ചില സാധനങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. വീടുകളാണ് കണ്ട, കോട്ടേജസും വീടുകളാണ് കാണുന്നത്. அண்ணே சாப்பிட்றதுக்கு என்ன இருக்கு? பரோட்டையா? இது என்ன கொத்து பரோட்டையா? எக்கா? പൊറോട്ട மட்டும்தான் இருக்கு. ഓക്കെ, വീട്ട് വരാം. പൊറോട്ട കഴിച്ച് കഴിഞ്ഞാലൊന്നും ശരിയാവില്ല. പൊറോട്ട സീനാണ് ഗൈസ്, സീനാണ് പൊറോട്ട. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ടുള്ളൊരു ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ എങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം, എല്ലാം കാണാം. ഇവിടെ പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല കേട്ടോ ഇവിടെ ഈ പരിസരത്തൊന്നും. കാരണം ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. പിന്നെ മറ്റൊന്ന്, ടൂറിസ്റ്റുകളൊന്നും ഇവിടെ തങ്ങുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു നേരത്തെ ഇവിടെ വൈബും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ആരും അങ്ങനെ ഈ തണുപ്പത്ത് ഈ ഒരു ക്ലൈമറ്റിൽ ആരും അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ ചാൻസ് ഇല്ല ഈ ഒരു റൂട്ടിൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അതിരപ്പള്ളി പോണ റൂട്ടാണ് കാണുന്നത് കേട്ടോ. നാളെ നമുക്ക് പോകാനുള്ള ആ ഒരു റൂട്ട് അതിരപ്പള്ളി ചാലക്കുടി ബോർഡ് കാണുന്നുണ്ടോ? ഒരു കട്ടൻ ചായ കുടിക്കാം അല്ലേ? ചായ ഒരുപാട് കുടിച്ചു അണ്ണാ, ഒരു കട്ടൻ. താഴെയുള്ള ഹോട്ടലുകളിലൊന്നും നല്ല ഫുഡില്ല. ഫുഡുള്ളത് ഉച്ചത്തെ ഊണും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊന്നും ഇപ്പോൾ കൊള്ളൂല. ഇനി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ചൂടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് ഈ ഒരു തണുപ്പത്ത് വൈബ് കേട്ടോ. മെയിനായിട്ട് ദോശ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഹോട്ടൽ എന്നൊക്കെ പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ, ശ്രീലക്ഷ്മി ശ്രീ വെങ്കിടേശ ഹോട്ടൽ. പുറത്തുനിന്ന് ഈ ഒരു ബോർഡ് മാത്രം കാണുള്ളൂ. ഉള്ളിലേക്ക് കയറി പോകാനുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി പോവാം. നമുക്ക് നോക്കാം ഇവിടെ കഴിക്കാൻ എന്തൊക്കെയുണ്ട്. നല്ലൊരു ഹോട്ടലാണ്, അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പുറത്ത് എന്തായാലും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ എല്ലാം കണക്കാണ്. അവിടെയുള്ള തിരക്ക് കണ്ടില്ലേ?
പാർസലാകൊണ്ട് പെട്ടെന്ന് കിട്ടി. അവിടെ കഴിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാണല്ലോ 1 മണിക്കൂർ കഴിഞ്ഞാലേ ചിലപ്പോൾ ഫുഡൊക്കെ വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കാലിറ്റിയിൽ നല്ലൊരു ഹോട്ടൽ, നല്ലൊരു ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്നാലും തിരിച്ച് പോവുകയാണ്, തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുക. അല്ലാതെ ഇപ്പോൾ ഇനി ഇവിടെ ഒന്നും കാണാനില്ല ഈ ഒരു നേരത്ത്.